ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 5 ഇയർ ദുബായ് ടൂറിസ്റ്റ് വിസയെ പറ്റിയിട്ടാണ്. മൾട്ടിപ്പിൾ എൻട്രി ടൂറിസ്റ്റ് വിസ. ചിലരെങ്കിലും നമ്മൾ വിചാരിക്കുന്നുണ്ടാവും, ഈ ഒരു വാർത്ത അല്ലെങ്കിൽ ഈ ഒരു അപ്ഡേറ്റ് 2022 വന്നുള്ളതല്ലേ, 5 വർഷത്തെ മൾട്ടിപ്പിൾ എൻട്രി വിസ ടൂറിസ്റ്റ് വിസ ഓൾറെഡി UAE അല്ലെങ്കിൽ ദുബായ് ഗവൺമെൻറ് 5 വർഷം മുന്നേ ഒക്കെ പുറത്തിറക്കിയതല്ലേ. എന്തുകൊണ്ടാണ് ഈ ഒരു അപ്ഡേറ്റ് പിന്നെയും വരുന്നത്? പിന്നെയും ഇതിനെന്താണ് ഇത്ര വാർത്താ പ്രാധാന്യം കിട്ടുന്നത്? ഇതൊക്കെയാണ് നിങ്ങളുടെ സംശയമെങ്കിൽ ഈ ഒരു വ്ളോഗിലൂടെ അതിന് ഡീറ്റെയിൽ ആയിട്ടൊരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് കിട്ടും എന്ന് ഞാൻ വിചാരിക്കുന്നു. വെൽക്കം ടു എബീസ് വ്ളോഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ അധികം ദീർഘിപ്പിക്കാതെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് 5 ഇയർ ടൂറിസ്റ്റ് വിസ, മൾട്ടിപ്പിൾ എൻട്രി സാധ്യമാകുന്ന ടൂറിസ്റ്റ് വിസ ദുബായ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഇൻട്രോയിൽ പറഞ്ഞ പോലെ, മുമ്പും 2022 മുതൽ UAE പ്രാബല്യത്തിലുള്ള ഒരു വിസ തന്നെയാണ് ഈ 5 ഇയർ മൾട്ടിപ്പിൾ എൻട്രി ടൂറിസ്റ്റ് വിസ. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത് ദുബായ് ഇറങ്ങിയിട്ടുള്ള പ്രസ് റിലീസിൽ അവർ കുറച്ച് ആനുകൂല്യങ്ങൾ ഈ ഒരു വിസയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യമായിട്ട് തന്നെ വിസ കോസ്റ്റ് പറയാം. നമുക്ക് ടോട്ടൽ ഈ ഒരു വിസയുടെ ചിലവ് വരുന്നത് 3713 ദിർഹംസാണ് വരുന്നത്. മുൻപ് നമുക്കുണ്ടായിരുന്നത് ഒരു സ്പോൺസർ, UAE ഏതെങ്കിലും ഒരു സ്പോൺസർ, അതല്ലെങ്കിൽ ഒരു UAE റെസിഡൻറ്റ് നമ്മളെ ഇൻവൈറ്റ് ചെയ്താലോ, അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഏജൻസി മുഖേനയും മാത്രമായിരുന്നു നമുക്ക് ഈ ഒരു വിസ നമുക്ക് എടുക്കാൻ പറ്റിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് അധികം കോസ്റ്റ് ഇതിനു വേണ്ടി ചിലവാകും. പലരും ഈ ഒരു വിസ എടുത്തിരുന്നില്ല. പക്ഷേ ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ ഈ ഒരു ദുബായ് ഒരു ട്രാൻസിറ്റ് ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ, ഓൾറെഡി ട്രാൻസിറ്റ് ഹബ്ബ് തന്നെയാണ്, പല കണക്ഷൻസ് ഫ്ലൈറ്റിനും ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ദുബായ് എയർപോർട്ടിനും UAE മറ്റ് പല എയർപോർട്ടുകൾ തന്നെയാണ്. പക്ഷേ ഈ ടൂറിസം പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇതിൻ്റെ പ്രാമുഖ്യം കുറച്ചും കൂടി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സെൽഫായിട്ട് നമുക്ക് ഈ ഒരു അപ്ലിക്കേഷൻ ഇനി വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് തന്നെ പറയാം, ഈ ഒരു വിസ 5 വർഷത്തേക്കാണ് UAE ഗവൺമെൻറ്, അഥവാ UAE ദുബായും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് ഞാൻ പതുക്കെ നമുക്ക് വരാം. താൽക്കാലികമായിട്ട് UAE, അതായത് 2 ഡിപ്പാർട്ട്മെൻറ്റ് ഇത് കൊടുക്കുന്നുണ്ട്. GDRF എന്ന് പറഞ്ഞ ദുബായ് മാത്രം ലോക്കലി ഗവൺ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റും ICP എന്ന് പറയുന്ന UAE മൊത്തമായിട്ടുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ശൃംഖലയും ഈ ഒരു വിസ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെയിം വിസ തന്നെയാണ് 2 ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറിൽ ഇഷ്യൂ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി വിസയിലേക്ക് നമുക്ക് ഡീറ്റെയിലിങ്ങിലേക്ക് നമുക്ക് കടക്കാം. 5 വർഷത്തെ ഈ ഒരു വിസ നമുക്ക് 90 ദിവസമാണ് ഒറ്റ മാക്സിമം സ്റ്റേ നമുക്ക് ഒരു ടൈം നിൽക്കാൻ പറ്റുക. അത് കഴിഞ്ഞ് അത് ആവശ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊരു 90 ദിവസം കൂടി വിസ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതായത് 180 ഡേയ്സ് വരെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാം. ഇനി അതിനോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, മാക്സിമം ഒരു വർഷം, ഒരു കലണ്ടർ ഇയറിൽ നമുക്ക് 180 ഡേയ്സ് മാത്രമാണ് ഈ ഒരു വിസയിൽ നമുക്ക് UAE നിൽക്കാൻ പറ്റുള്ളൂ. അതായത് ഒരു വർഷത്തിൽ നമ്മൾ 180 ഡേയ്സ് നമ്മൾ അടുപ്പിച്ചോ അല്ലെങ്കിൽ വേറെ ദിവസങ്ങളിലോ വന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ഈ ഒരു വിസ ഉപയോഗിച്ച് UAE നിൽക്കാൻ സാധിക്കില്ല. അധികമായി നിൽക്കുന്ന ദിവസത്തിന് നമ്മൾ പെർ ഡേ 50 ദിർഹം തൊട്ടുള്ള ഫൈനുകൾ നമ്മൾ കൊടുക്കേണ്ടി വരും. അടുത്തതായി നമുക്ക് ഈ ഒരു വിസ റിക്വയർമെൻറ്റും ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻസിൻ്റെയും ലിസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായി നമുക്ക് വേണ്ടത് ഈ ഒരു അപ്ലിക്കേഷന് നമുക്ക് എലിജിബിലിറ്റി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ $4000 ഈക്വലൻ്റ് ആയിട്ടുള്ള 6 മന്ത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, $4000 അതിന് മുകളിൽ നമ്മുടെ ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യുന്നുണ്ടെന്ന് കാണിക്കുന്ന ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ബാങ്കിൻ്റെ ഡിജിറ്റൽ കോപ്പി ആയാലും മതി. അത് നമ്മുടെ കയ്യിലൊരു പ്രൂഫായിട്ട് വേണം. പിന്നെ പാസ്പോർട്ട് കോപ്പി വേണം. 6 മാസത്തെ വാലിഡിറ്റി എങ്കിലും കുറഞ്ഞ വാലിഡിറ്റി ഉള്ള ഒരു പാസ്പോർട്ട് കോപ്പിയാണ് നമുക്ക് ഇതിനായിട്ട് വേണ്ടത്. പിന്നെ ഒരു പേഴ്സണൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള ഫോട്ടോ മസ്റ്റായിട്ടും നിങ്ങളിതിന് വേണ്ടിയിട്ട് കരുതണം. പിന്നെ ഒരു മെഡിക്കൽ ട്രാവൽ ഇൻഷുറൻസ് നമുക്ക് വേണം. അത് ഈ വിസ ഇഷ്യൂ ചെയ്യുന്നതോട് കൂടിയിട്ട് ഇതിൻ്റെ പോർട്ടലിൽ തന്നെ നമുക്കത് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ പ്രൂഫ് ഓഫ് ട്രാവലിൻ്റെ ഭാഗമായിട്ട് ഒരു റൗണ്ട് ട്രിപ്പ് എൻ്റെ ഒരു ടിക്കറ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഈ ടിക്കറ്റിലൊക്കെ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാകും, വിസ കിട്ടിയിട്ട് ടിക്കറ്റ് എടുത്താൽ പോരെ, നമ്മൾ മൾട്ടിപ്പിൾ എൻട്രി വിസയല്ലേ, അപ്പോൾ എന്തിനാണ് നമ്മൾ ഈ ടിക്കറ്റ് ആദ്യം തന്നെ കൊടുക്കുന്നത് എന്നുള്ളതൊക്കെ. പക്ഷേ ഇതിന് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രൂഫിന് വേണ്ടിയിട്ട് ഇതും കൂടി കൊടുക്കണം. ഇത് എങ്ങനെ കിട്ടാം എന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഈ വീഡിയോയിൽ തന്നെ, നിങ്ങൾ തുടർന്ന് കാണുക. പിന്നെ അക്കോമഡേഷൻ്റെ പ്രൂഫ്, ഹോട്ടൽ ബുക്കിങ്ങോ അതല്ല നിങ്ങളുടെ ഇവിടെ ആരെങ്കിലും നിങ്ങളുടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ഇവിടുത്തെ ഏതെങ്കിലും റെസിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഇൻവിറ്റേഷൻ കാണിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുള്ള PDF കൂടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമേജും കൂടി ഞങ്ങൾ ഈ ഒരു പോർട്ടലിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ്
നമ്മൾക്ക് ഈ ഒരു വിസ ഗവൺമെൻറ് നമുക്ക് അപ്രൂവ് ആക്കി തരുന്നത്. ഇനി നമുക്ക് മുൻപ് ഇതേ വിസ ഉണ്ടായിരുന്ന 2022 ഓൾറെഡി പറഞ്ഞിട്ടുള്ള വിസ ഇതായിട്ട് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഏജൻസി വഴിയോ അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും സ്പോൺസർ വഴിയാണ് നമുക്കതൊരു പ്രാബല്യത്തിൽ വന്നിരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു വെബ്സൈറ്റിൽ ICPയുടെയോ അല്ലെങ്കിൽ GDRFയുടെയോ വെബ്സൈറ്റുകളിൽ നിങ്ങൾ തന്നെ പോയിട്ട് സെർച്ച് ബാറിൽ പോയിട്ട് 5 ഇയർ എൻട്രി വിസ, മൾട്ടിപ്പിൾ എൻട്രി വിസ എന്ന് അടിച്ച് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ വിസയുടെ പോർട്ടൽ വരികയും തുടർന്ന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ രേഖകളൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് എൻറോൾ ചെയ്യാവുന്നതാണ്. നേരത്തെ പറഞ്ഞ 2022 ഇഷ്യൂ ചെയ്ത വിസ ഒരുപാട് കാലതാമസം വന്നിട്ടാണ് നമുക്ക് കിട്ടിയിരുന്നത്. ഓക്കെ, ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഇന്ന് വിസ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മേ ബി ഒരു 2-3 വീക്സിനൊക്കെ അടുത്തൊക്കെ ആയിട്ടാണ് നമുക്ക് വിസ കിട്ടിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ദുബായ് ഗവൺമെൻറ് കാര്യങ്ങളെല്ലാം ഫാസ്റ്റ് ട്രാക്കിലാക്കിയിട്ടുണ്ട്. വിത്തിൻ 48 അവേഴ്സിനുള്ളിൽ, അതായത് 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് 2 വർക്കിംഗ് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു വിസ നിങ്ങളുടെ കയ്യിൽ അടിച്ച് കിട്ടും, നിങ്ങൾ ഈ പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇനി നെക്സ്റ്റ് നമുക്കിതിൻ്റെ വിസയുടെ ചിലവ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, 3713 ദിർഹത്തിൻ്റെ അടുത്താണ് നമുക്ക് കോസ്റ്റ്, ഈ ഒരു വിസയുടെ കോസ്റ്റായിട്ട് നമുക്ക് വരുന്നത്. ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ നമുക്ക് ആദ്യം ഒന്ന് സ്ക്രീനിൽ കാണാം. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ വരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നും കൂടി നിങ്ങൾക്കായിട്ടൊന്ന് പറയാം. വിസ അപ്ലിക്കേഷൻ ചാർജ് 100 ദിർഹംസാണ്. വിസ ഇഷ്യൂവൻസ് ഫീസായിട്ട് വരുന്നത് 500 ദിർഹംസാണ്. റീഫണ്ടബിൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് 3000 ദിർഹംസാണ്. സർവീസ് നോളജ് ആൻഡ് ഇന്നൊവേഷൻ ഫീസ് 113 ദിർഹംസ് 50 ഫിൽസാണ്. ടോട്ടൽ നമുക്ക് വരുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 3713 ദിർഹംസും 50 ഫിൽസും ആണ്. ഇതിനകത്ത് നമുക്ക് 3000 ദിർഹംസ് നമ്മുടെ വിസ ക്യാൻസൽ ആവുകയോ അതല്ല നമ്മൾ ഇത് വിഡ്രോ ചെയ്യുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റീഫണ്ടബിൾ ആയിട്ട് നമുക്ക് തിരിച്ച് കിട്ടുന്നതാണ്. ഇനി അടുത്തതായിട്ട് ഈ ഒരു ടൈപ്പ് വിസ ആർക്കൊക്കെയാണ് യൂസ്ഫുൾ ആവുക എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പ്രധാനമായിട്ടും ദുബായിലോ അല്ലെങ്കിൽ UAEയിലോ വർഷത്തിൽ 2-3 പ്രാവശ്യം വരുന്നവർക്ക് അഫ്കോഴ്സ് ഈ ഒരു ടൈപ്പ് വിസ നമുക്ക് ഉപയോഗപ്പെടുത്താം. കാരണം ഏകദേശം 1 മന്ത് വിസ നമുക്ക് നാട്ടിൽ നിന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 350 ദിർഹംസ്, ഇപ്പോഴത്തെ ഒരു കണക്ക് പ്രകാരം ഏകദേശം ഒരു 7500-8000 രൂപയെങ്കിലും ഒരു വട്ടം വരുന്നതിന് നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ ഈ ഒരു വിസ നമ്മൾ 2-3 വട്ടം ഒരു വർഷം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് മുതലാക്കാം. പിന്നെ നമ്മൾ പാരൻസോ അല്ലെങ്കിൽ നമ്മുടെ സിബ്ലിങ്സിൻ്റെ അടുത്തേക്ക് നമ്മൾ ചിലപ്പോൾ പലപ്പോഴും പല കുട്ടികൾ നോക്കാൻ നാട്ടിൽ നിന്ന് പാരൻസ് മക്കളുടെ അടുത്തേക്ക് വരാറുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിനെയോ നമ്മുടെ പാരൻസിനെയോ നമ്മുടെ സ്പൗസിനെയോ ഒക്കെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വർഷത്തിൽ 2-3 പ്രാവശ്യം അതല്ലെങ്കിൽ അതിൽ കൂടുതൽ പലരും UAEയിലേക്ക് വരാറുണ്ട്. അവർക്ക് ഈ ഒരു ടൈപ്പ് വിസ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ബിസിനസ് മീറ്റിങ്ങിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഫ്രീക്വൻ്റ്ലി UAEയിലേക്ക് ട്രാവൽ ചെയ്യുന്നവർക്കും പാരൻസിന് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന വിസിറ്റ് ചെയ്യുന്ന പാരൻസിനും സ്പൗസിനും മറ്റുള്ളവർക്കൊക്കെ ഈ ഒരു വിസ യൂസ്ഫുൾ ആയിരിക്കും. വർഷത്തിൽ ഒരു വട്ടം മാത്രം വരുന്നു അല്ലെങ്കിൽ അതിന് താഴെ ഒരു വർഷത്തിന് 2 വർഷം കൂടുമ്പോഴൊക്കെ വരുന്നവർക്ക് ഈ ഒരു വിസയുടെ ആനുകൂല്യം നമുക്ക് ഒരുപാട് മുതലാക്കാൻ പറ്റില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് 3000 ദിർഹംസ് നമ്മൾ കെട്ടിവെക്കണം. അതൊരു നിസ്സാരമായിട്ടുള്ളൊരു എമൗണ്ട് അല്ല നാട്ടിൽ നിന്ന് വരുന്നൊരു വ്യക്തി എന്ന നിലയിൽ. കൂടാതെ $4000 ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കണം. അതായത് നാട്ടിലെ ഒരു 4 ലക്ഷം രൂപ ആവറേജ് വരുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റും നിങ്ങൾ കാണിക്കേണ്ടതായിട്ട് വരുന്നത്. ഇത്തരം കാരണത്താൽ തന്നെ വർഷത്തിൽ ഒരു പ്രാവശ്യം അതല്ലാന്നുണ്ടെങ്കിൽ 2 വർഷം കൂടുമ്പോഴൊക്കെ വരുന്ന ആളുകൾക്ക് ഈ ഒരു വിസ എടുക്കുന്നത് റെക്കമെൻഡബിൾ അല്ല. അടുത്തതായി ഇനി നമുക്ക് എല്ലാവർക്കും വരുന്ന കുറച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. അതിലൊന്നാമതായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഒരു വിസയിൽ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 5 വർഷത്തെ വിസയാണെന്നുണ്ടെങ്കിലും ഒറ്റത്തവണ നമുക്ക് 90 ദിവസം വരെയാണ് നമുക്ക് UAEയിൽ സ്റ്റേ ചെയ്യാൻ പറ്റുക. അപ്പോൾ 90 ദിവസം കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഒരു വിസ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുക? ഒന്നാമത്തെ എക്സ്റ്റൻഷൻ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് നിങ്ങൾ ഏത് പോർട്ടൽ വഴിയാണ് GDRFA ദുബായിക്കാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾ GDRFA പോർട്ടൽ വഴി അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. മറ്റ് എമിറേറ്റ്സുകൾ ബാക്കി 6 എമിറേറ്റ്സ് അതായത് അബുദാബി, ഷാർജ, അജ്മാൻ, റാസൽ ഖൈം, മുമ്പൽ കോയിൻ പോലെയുള്ള എമിറേറ്റ്സിലേക്കാണ് നിങ്ങൾ ഫസ്റ്റ് UAEയിലേക്ക് ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ICPയുടെ പോർട്ടൽ വഴിയാണ് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വരുത്താൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ വന്ന പോയിന്റിലേക്ക് വരാം. നമുക്ക് ഈ ഒരു പോർട്ടൽ വഴി നമുക്ക് ഇവിടെ UAEയിൽ നിന്നുകൊണ്ട് തന്നെ ഫോർ എക്സാമ്പിൾ നമ്മൾ UAEയിലെത്തി നമുക്ക് 90 ദിവസത്തിനുള്ളിൽ നമുക്ക് തിരിച്ച് നാട്ടിലേക്കോ അല്ലെങ്കിൽ വേറെ കൺട്രിയിലേക്ക് പോകേണ്ട ആവശ്യങ്ങളില്ല, ഇവിടെ തന്നെ സ്റ്റേ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതേ പോർട്ടൽ നമ്മൾ വിസ അപ്ലൈ ചെയ്ത് അതേ പോർട്ടൽ വഴി തന്നെ നമുക്ക് വിസ എക്സ്റ്റൻഷന് വേണ്ടി നമുക്ക് കൊടുക്കാം. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം, ആ ഒരു സമയത്ത് നമുക്ക് 1000 ദിർഹംസ് തൊട്ട് 1500 ദിർഹംസ് വരെയുള്ള, അപ്പോൾ നിങ്ങൾ സെൽഫായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1100-1200 ദിർഹംസ് വരെ
നമുക്ക് അഡീഷണൽ പേ ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു കൺട്രിക്ക് അകത്തു നിന്നുകൊണ്ട് നമുക്ക് വിസ എക്സ്റ്റൻഷന് സാധിക്കുകയുള്ളൂ. ഒരു 90 ദിവസം കൂടി നമുക്ക് കിട്ടും. അതല്ല നമ്മൾ കൺട്രി വിട്ട് പോവാണ്, നിയർ ബൈ ഒമാൻ വരെയൊക്കെ പോയിട്ട് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്പർ ബോർഡർ ക്രോസ് ചെയ്തിട്ട് തിരിച്ച് യു എയിലേക്ക് കയറാം. കാരണം ഇതൊരു മൾട്ടിപ്പിൾ എൻട്രി വിസയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 250-300 ദിർഹംസിനകത്ത് നിങ്ങൾക്ക് ബോർഡർ ക്രോസ് ചെയ്ത് തിരിച്ച് യു എയിലേക്കും വരാൻ പറ്റും. അപ്പോൾ അങ്ങനെ 2 ഓപ്ഷനിലാണ് നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുക. ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് ഒന്നും കൂടി പറയുകയാണ്. നമ്മൾ 90 ഡേയ്സ് ഇവിടെ നിന്നിട്ട് ഒരു 90 ഡേയ്സും കൂടി നമ്മൾ വിസ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. ആ ഒരു 90 ഡേയ്സും കൂടി നമ്മൾ യു എയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടലി 180 ഡേയ്സ് ആണ് ഒരു കലണ്ടർ ഇയറിൽ നമുക്ക് യു എയിൽ സ്റ്റേ ചെയ്യാനുള്ള അനുവാദമുള്ളൂ. സോ നമ്മൾ വൺസ് 180 ഡേ ഫിനിഷ് ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പലപ്പോഴായിട്ട് വരുന്ന സിറ്റുവേഷൻ ആയിക്കോട്ടെ, 180 ഡേയ്സ് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഓവർ സ്റ്റേയിൻ്റെ ഫൈൻ അടച്ചാൽ മാത്രമാണ് നമുക്ക് യു എയിൽ നിന്ന് വിടാൻ, അതായത് പുറത്തേക്ക് പോകാൻ എയർപോർട്ടിൽ ഫൈൻ അടച്ചാൽ മാത്രമേ നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഈ ഒരു വിസ അപ്ലൈ ചെയ്യുമ്പോഴും യു എയിൽ സ്റ്റേ ചെയ്യുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നമുക്ക് വരുന്നൊരു ക്വസ്റ്റ്യൻ ആയിരിക്കാം, ഇതിൻ്റെ വിസ ഇൻഷുറൻസിൻ്റെ ഒരു കേസ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കാണിച്ച എക്സ്പെൻസിനകത്ത് നമ്മളത് പറയുന്നുണ്ടായിരുന്നില്ല. വിസ അപ്ലൈ ചെയ്യുമ്പോൾ അവസാനത്തെ ഭാഗമായിട്ട് വരുന്ന ഒരു വിസ ഇൻഷുറൻസിന് ഏകദേശം ഒരു 200 to 250 ദിർഹംസിൻ്റെ അടുത്ത് ഒരു വിസ കോസ്റ്റ്, ട്രാവൽ ഇൻഷുറൻസിൻ്റെ ഒരു വിസ കോസ്റ്റ് വരുന്നുണ്ട്. അതും കൂടി നമ്മൾ ഈ ഒരു എമൗണ്ടിൻ്റെ നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മൾ കാണേണ്ടതായിട്ട് വരും. അത് വൺ ടൈം മാത്രം നമ്മൾ എടുത്താൽ മതിയാവും. നെക്സ്റ്റ് ടൈം ഒന്നും അത് ചെയ്യേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ടൈം ട്രാവൽ ചെയ്യുമ്പോൾ മാത്രം ആ ഇൻഷുറൻസ് നമ്മൾ കരുതി വയ്ക്കുക. കാരണം ഇത് വിസ അപ്രൂവലിന് വേണ്ടിയിട്ട് ആ ഇൻഷുറൻസ് മാൻഡേറ്ററി ആണ്. നെക്സ്റ്റ് ടൈം നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ട്രാവലിൻ്റെ റിസ്ക് കുറയ്ക്കണം, നിങ്ങൾക്ക് ഇവിടുത്തെ എന്തെങ്കിലും മെഡിക്കലോ മറ്റ് ട്രാവൽ ഇൻഷുറൻസ് ഒക്കെ നമുക്ക് കവേർഡ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണൽ റിസ്കിൽ നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഈ ഒരു പോർട്ടലിൽ ടിക്കറ്റ്, റൗണ്ട് ട്രിപ്പ് ടിക്കറ്റ് നമ്മൾ ഈ ഒരു പോർട്ടലിൽ അപ്ഡേറ്റ് ചെയ്യണം. അതെങ്ങനെ എടുക്കാം? കാരണം നമ്മൾ വിസ കിട്ടിയിട്ടാണ് ടിക്കറ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്ന് പോകണം എന്ന് തിരിച്ചു വരണം എന്ന് ഡിസൈഡ് ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഈ ഒരു വിസ കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെ നമുക്ക് റൗണ്ട് ട്രിപ്പ് ടിക്കറ്റ് അപ്ഡേറ്റ് ചെയ്യാം. ഇതിന് ഒരുപാട് മെത്തേഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതിൽ ഞാനടക്കം അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്ന സാധാ ഒരു ഓപ്ഷൻ തന്നെയാണ് ഡമ്മി ടിക്കറ്റ് എടുക്കുക. നിങ്ങളുടെ അടുത്തുള്ള ട്രാവൽ ഏജൻസിയിലോ മറ്റോ നിങ്ങൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാട്ടിലെ 500 രൂപ മുതൽ 1000 രൂപ വരെ റേഞ്ചിൽ നിങ്ങൾക്ക് ഒരു 1 സൈഡ് ഡമ്മി ടിക്കറ്റ് കിട്ടും. നിങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 സൈഡ് റൗണ്ട് ട്രിപ്പിൻ്റെ ടിക്കറ്റും ഈ റേറ്റിലോ അതിനേക്കാളും ചെറിയൊരു എമൗണ്ട് കൂട്ടിയിട്ടോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ആ ഒരു ഓപ്ഷൻ വഴി നിങ്ങൾക്ക് ഡമ്മി ടിക്കറ്റ് എടുക്കാം. ഈ ഒരു വിസ പ്രോസസ്സിങ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ടിക്കറ്റ് ക്യാൻസൽ ചെയ്യും. ഈ ഒരു വിസ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ എംപ്ലോയീസ്, ICPയുടെ അല്ലെങ്കിൽ GDRF എംപ്ലോയീസ് ചെക്ക് ചെയ്യുന്നത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു PNR, ആ ഒരു ഫ്ലൈറ്റിൻ്റെ ആ സ്റ്റാറ്റസ് ലൈവ് ആണോ, നിങ്ങളുടെ പേരിൽ തന്നെ ആ ടിക്കറ്റ് ബുക്ക് ആയിട്ടുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. വൺസ് ഈ ഒരു വിസ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാം. അതാണ് ഡമ്മി ടിക്കറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആ പറയുന്ന പേരിൽ ഡമ്മി ആണെന്നുണ്ടെങ്കിലും ആ ടിക്കറ്റ് ഒറിജിനലായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ സർവീസ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് വിസ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഏജൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഒരു ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാവുന്നതാണ്. കാരണം നമ്മൾക്ക് മുൻകൂട്ടി ഒരു ഡേറ്റ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി അതല്ല, നിങ്ങൾക്ക് ഏജൻസിനെ ഒന്നും അറിയില്ല, നിങ്ങൾക്ക് ആരും വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു dummy-ticket.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഡമ്മി ടിക്കറ്റ് അപ്പ് ആൻഡ് ഡൗണോ അല്ലെങ്കിൽ 1 സൈഡോ ടിക്കറ്റുകൾ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പക്ഷേ അത് ഇത്തിരി കോസ്റ്റ്ലിയാണ്. 1200 രൂപ ഒക്കെ 1 സൈഡിന് മുകളിലേക്ക് വരും. നിങ്ങൾക്ക് വേറെ ഏജൻറ്റ് അതിനായിട്ട് ബന്ധപ്പെടാൻ താല്പര്യമില്ല അല്ലെങ്കിൽ ബന്ധപ്പെടാൻ പറ്റാത്തൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ dummy-ticket.com പോലെയുള്ള വെബ്സൈറ്റുകളും നിങ്ങൾക്ക് ഈ ഒരു റൗണ്ട് ട്രിപ്പ് ടിക്കറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഈ പോർട്ടലിൽ മസ്റ്റായിട്ടും അപ്ഡേറ്റ് അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യേണ്ട ഒരു ഡോക്യുമെൻറ്റും കൂടിയാണ്. ഇനി ഫൈനലി ഞാൻ നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് എനിക്ക് തോന്നിയ ഒരു ക്വസ്റ്റ്യനാണ്. ഇൻ കേസ് ഈ ഒരു വിസ റിജക്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ, മേ ബി നിങ്ങളുടെ പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് പല കാര്യം, ദുബായ് ഗവൺമെൻറ് നിങ്ങളുടെ അപ്ലിക്കേഷനിൽ സാറ്റിസ്ഫൈഡ് അല്ല, വേറെ എന്തെങ്കിലും കേസോ മറ്റു കാരണത്താൽ അവർക്ക് റിജക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ എത്ര രൂപ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടും എന്നും ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പോൾ അതും കൂടിയും ഞാൻ നിങ്ങൾക്ക് പറയാം. ഞാൻ നേരത്തെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഏതൊക്കെ തരത്തിലാണ് എമൗണ്ടുകൾ വരുന്നത്. ഇതിനകത്ത് നിങ്ങളുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് 3000 ദിർഹംസ് നിങ്ങൾ കൊടുത്തത് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് തിരിച്ച് കിട്ടും. നിങ്ങൾക്ക് വിസ ഇഷ്യൂ ചെയ്യാനായിട്ടുള്ള 500 ദിർഹംസ് നിങ്ങൾ കൊടുത്തത് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി റീഫണ്ട് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. പിന്നെ നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് കോസ്റ്റ് വരുന്ന, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 200 to 250 ദിർഹംസ് വരെയാണ് നമുക്ക് നോർമലി ചാർജ് ചെയ്യുന്നത് ആ ഒരു എമൗണ്ട്. കാരണം നമ്മൾ ആ വിസ നമ്മൾ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് നമുക്ക് യൂസേജ് വരുന്നില്ല. അപ്പോൾ ആ എമൗണ്ട് നിങ്ങൾക്ക് റീഫണ്ടായിട്ട് കിട്ടും.
അപ്പോൾ ടോട്ടലി നമുക്കൊരു 3700 തൊട്ട് 3740 ദർഹംസ് വരെയുള്ള ഒരു എമൗണ്ട് നിങ്ങൾക്ക് റീഫണ്ടായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഞാൻ പറഞ്ഞത് ഇൻക്ലൂഡിങ് നമ്മുടെ ഇവിടുത്തെ ട്രാവൽ ഇൻഷുറൻസിൻ്റെ കോസ്റ്റ് അടക്കമാണ്. ഇനി ഏതൊക്കെയാണ് നമുക്ക് കിട്ടാതിരിക്കുന്നത്? നമ്മൾ നേരത്തെ സ്ക്രീനിൽ കണ്ട പോലെ വിസ അപ്ലിക്കേഷൻ ഫീസ് ആയിട്ടുള്ള 100 ദർഹംസ് നിങ്ങൾക്ക് റീഫണ്ടബിൾ അല്ല, കാരണം വിസ റിജക്റ്റ് ആവുകയാണ് ചെയ്തത്. പിന്നെ ഇതിൻ്റെ ഇഷ്യൂവൻസ് ഫീസ് ആയിട്ടുള്ള ടെക്നോളജി ഫീസായിട്ട് മേടിക്കുന്നത് 113.50 ദർഹംസ് 50 ഫിൽസ് നിങ്ങൾക്ക് റീഫണ്ടബിൾ അല്ല. അതായത് ഏകദേശം 213 രൂപ 50 ഫിൽസ്. നാട്ടിലെ പൈസ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 5000 ഇന്ത്യൻ രൂപ ഇന്നത്തെ കണക്ക് പ്രകാരം ഏകദേശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5000 ഇന്ത്യൻ രൂപ നിങ്ങൾക്ക് ഈ ഒരു വിസ റിജക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നഷ്ടം വരും. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ സമ്മറൈസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ 5 വർഷത്തെ മൾട്ടിപ്പിൾ എൻട്രി വിസ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളും നിങ്ങൾക്ക് ചിലവാകുന്ന എമൗണ്ടും നിങ്ങൾക്ക് തിരികെ കിട്ടുന്ന റിജക്റ്റ് ആവണമെങ്കിൽ തിരികെ കിട്ടുന്ന എമൗണ്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. നിങ്ങളിവിടെ ജോലി നോക്കാൻ വരികയാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഈ ഒരു വിസ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. നിങ്ങൾ യുഎയിൽ സ്ഥിരമായിട്ട് താമസിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വിസ നമുക്ക് യൂസ്ഫുൾ ആവില്ല. കാരണം ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെയുള്ള റെസ്ട്രിക്ഷൻസും ഇവിടെ വേറെ ഫ്ലാറ്റ് വില്ല വാങ്ങാനുള്ള ബുദ്ധിമുട്ടുകളും ലീസിനെടുക്കാനുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് പ്രശ്നമായി വരും. ഫ്രീക്വൻ്റ്ലി നിങ്ങൾ യു എയിൽ വിസിറ്റ് ചെയ്ത് പോകുന്ന ബിസിനസ്സുകാരോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെയോ വേണ്ടപ്പെട്ടവർ കാണാൻ വന്ന് പോകുന്ന ആൾക്കാരാണെങ്കിൽ വർഷത്തിൽ 2-3 തവണ പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വിസ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഇത് സ്വന്തമായിട്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, സ്വന്തമായിട്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് എടുക്കാൻ പറ്റിയൊരു വിസയാണ്. മറ്റാരുടെ ഹെൽപ്പും കാര്യങ്ങളൊന്നും വേണ്ട. അത്യാവശ്യം വേണ്ട ബേസിക്സ് കമ്പ്യൂട്ടർ സ്കിൽസും ഈ ഒരു പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഈ ഒരു പോർട്ടലിൽ കയറിയിട്ട് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല നിങ്ങൾക്ക് സ്വന്തമായി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഏജൻസീനെ കണ്ട് ട്രാവൽ ഏജൻറ്റിനെ കണ്ടിട്ട് ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരും ചെയ്തു തരും. ചെറിയൊരു സർവീസ് ഫീസ് ചിലപ്പോൾ അവർ ഈടാക്കുമായിരിക്കും. എന്നാലും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഇത് അപ്ലോഡ് ചെയ്യാനോ ഇതിൻ്റെ ഫോളോ അപ്പ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ട്രാവൽ ഏജൻസീനെ കണക്ട് ചെയ്യുന്നതും നല്ലതായിരിക്കും. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് അധികമായിട്ട് തോന്നുന്ന എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോൻ്റെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഞാൻ മാക്സിമം എല്ലാവരിലേക്കും റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ്. എൻ്റെ എല്ലാ വീഡിയോയിലും എല്ലാ കമൻസിനും ഞാൻ റിപ്ലൈ തരാറുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ കൂടുതൽ പറഞ്ഞ എന്തെങ്കിലും കുറവായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഇപ്പം ഞാനല്ല, എന്നെക്കൊണ്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലാന്നുണ്ടെങ്കിൽ ഇത് കാണുന്ന ഏതെങ്കിലും ഒരാൾ നിങ്ങൾക്ക് റിപ്ലൈ തരും. മാക്സിമം ഞാൻ തന്നെ തരും. സോ മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടാം.